നമസ്കാരം. ഏറ്റുമാനൂർ ഉത്സവത്തിന് ആനകളെ വാടകയ്ക്കെടുത്ത വകയിൽ 23.57 ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ രേഖ പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവായിരുന്നു ഉത്സവ നടത്തിപ്പിന്റെ സ്പെഷ്യൽ ഓഫീസർ. ഇക്കഴിഞ്ഞ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ ചെലവ് തുക ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബോർഡിന് റിപ്പോർട്ട് കൊടുത്തത്. മുരാരി ബാബു ഇടപെട്ട സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ദേവസ്വം വിജിലൻസിന്റെ നിരീക്ഷണത്തിലും പരിശോധനയിലും ആയതിനാൽ പണം നൽകേണ്ടതില്ലെന്നാണ് ബോർഡ് തീരുമാനിച്ചതെന്നാണ് അറിയുന്നത്. ഏറ്റുമാനൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് വേണ്ടി വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറാണ് ബോർഡിലേക്ക് ധനാഭ്യർത്ഥന റിപ്പോർട്ട് നൽകിയത്. മുരാരി ബാബു ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ഉത്സവ നടത്തിപ്പിന് വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ടായിരുന്നിരിക്കെ മുരാരിയെ കൂടി സ്പെഷ്യൽ ഓഫീസറായി എന്തിന് അയച്ചുവെന്നതിന് വിശദീകരണമില്ല. മഹാക്ഷേത്രങ്ങളിൽ ആനകളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലെ കഴിവ് പരിഗണിച്ചാണ് ഇതെന്നാണ് ബോർഡ് അനൌദ്യോഗികമായി നൽകുന്ന വിശദീകരണം. ഏറ്റുമാനൂരിൽ 58 ആനകളെ ആവശ്യമായി വന്നതിൽ 3 എണ്ണത്തിന് മാത്രമേ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് കിട്ടിയുള്ളൂ എന്നാണ് റിപ്പോർട്ടിലുള്ളത്. എഴുന്നള്ളിച്ച ആനകളുടെ ആകെ വാടക 52 ലക്ഷത്തിലധികം രൂപയായിരുന്നു. ഇതിൽ 26 ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി. ഉത്സവത്തിന് ബോർഡ് മുൻകൂർ നൽകുന്ന തുകയായ 25 ലക്ഷം രൂപ അടച്ചാണ് ബാക്കി ആനകളെ എത്തിച്ചത്. സ്പോൺസർഷിപ്പിൽ കിട്ടിയതിൽ നീക്കിയിട്ടുണ്ടായിരുന്ന 1.43 ലക്ഷം ദേവസ്വത്തിലേക്ക് അടച്ചിരുന്നു. ബാക്കി 23.57 ലക്ഷം രൂപ ബോർഡ് അനുവദിച്ച് അഡ്വാൻസ് തുകയിലേക്ക് വരവ് വയ്ക്കണമെന്നാണ് ആവശ്യം. ദേവസ്വം ചട്ടപ്രകാരം 15,000 രൂപ മാത്രമേ അനുവദിക്കാവൂ എന്നിരിക്കെ ആന ഒന്നിന് 1.48 ലക്ഷം രൂപ കൊടുക്കണമെന്നതാണ് റിപ്പോർട്ടിൽ സാരാംശം. ഈ റിപ്പോർട്ടിൽ പറയുന്ന കണക്കുകളിൽ തന്നെ അവ്യക്തത ഉണ്ടെന്നത് മറ്റൊരു കാര്യം. മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ ആന സ്പോൺസർഷിപ്പിന് വലിയ തട്ടിപ്പ് നടന്നതായി ആക്ഷേപമുയർന്നിരുന്നു. ഒരു ആനയ്ക്ക് തന്നെ പല സ്പോൺസർമാരെ കണ്ടെത്തി പണം ശേഖരിച്ചു. ഇതിൽ ഒരു സ്പോൺസറുടെ മാത്രം കണക്ക് കാണിച്ചു എന്നതാണ് ആരോപണം. മഹാക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ആനകൾ നൽകുന്നത് ഉടമകൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഇത് ഏക്കത്തുക പിന്നീട് കൂട്ടാൻ മാനദണ്ഡമാകും. പലരും ഏക്കത്തുക ഈടാക്കാതെ തന്നെ വഴിപാടായി ആനകളെ നൽകുകയും ചെയ്യും. അവയൊന്നും പരിഗണിക്കാതെയാണ് ആനച്ചെലവിൽ പണം ബോർഡിനോട് ചോദിക്കുന്നത്. NSSുമായി അടുത്ത ബന്ധമാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനുള്ളത്. NSSന്റെ മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന N ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് മുരാരി ബാബു ദേവസ്വം ബോർഡിൽ എത്തിയത്. ആദ്യം വാച്ചറായി ജോലിയിൽ കയറി. ഇതിനിടെ പോലീസിൽ ജോലി ലഭിച്ചുവെങ്കിലും വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം ഭയമായി മാറി. അങ്ങനെ ആ ജോലിയും വേണ്ടെന്ന് വെച്ചു. തിരികെ എത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണയൊരുക്കുകയായിരുന്നു. ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു മുരാരി ബാബുവിന്റെ കൊച്ചച്ഛൻ. മുരാരി ബാബുവിന്റെ അച്ഛന് പെരുന്നയിൽ ചെറിയ പലചരക്ക് കടയായിരുന്നു. ഇതിനൊപ്പം പച്ചക്കറി കച്ചവടം ഉണ്ടായിരുന്നു. ഈ ആകൃതകളൊക്കെ ഭാസ്കരൻ നായരെ ബോധ്യപ്പെടുത്തിയാണ് മുരാരി ബാബുവിനെ രണ്ടാം എൻട്രി ദേവസ്വം ബോർഡിൽ ഉറപ്പാക്കിയത്. ഭാസ്കരൻ നായരുടെ സഹായിയായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി. ഭാസ്കരൻ നായരുടെ ഇടപെടലിൽ സ്ഥിരം ജോലി ലഭിച്ചു. പിന്നീട് പലവിധ പ്രമോഷനുകളുടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലുമെത്തി. ഇതിടെയാണ് പലചരക്കുകാരന്റെ മകൻ ഈ തേക്ക് കൊട്ടാരമടക്കം പണിതുയർത്തിയത്. വളരെ കാലം മുൻപ് തന്നെ അച്ഛൻ മരിച്ചു. പക്ഷേ ഇന്ന് ആ പലചരക്ക് കട മുരാരിയുടെ കുടുംബത്തിൽ ആരും തന്നെ ഏറ്റെടുത്ത് നടത്തുന്നില്ല. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്കിടെ പെരുന്ന NSS ആസ്ഥാനവുമായി അടുത്ത മുരാരി ബാബു കരയോഗം പദവിയിലും എത്തിയിരുന്നു. ആദ്യ തവണ കരയോഗത്തിൽ മത്സരിച്ച മുരാരി ബാബു തോറ്റു. അതിനുശേഷം മുകളിൽ നിന്നുള്ള സമവായ നിർദ്ദേശപ്രകാരം പെരുന്ന കരയോഗത്തിൽ വൈസ് പ്രസിഡന്റുമായി. അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് സ്വർണ്ണക്കടത്തും അറസ്റ്റുമെല്ലാം ഉണ്ടായത്. പഠിക്കുമ്പോഴേ CPM അനുഭാവിയായിരുന്നു മുരാരി ബാബു. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ CITU നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമായിരുന്നു മുരാരി. ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിന്. ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചതിനു ശേഷം വലിയ സാമ്പത്തികം മുരാരിക്കുണ്ടായതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നതാണ് SIT പിന്നീട് അന്വേഷിക്കാൻ തുടങ്ങിയത്. മുരാരിയുടെ ബാങ്ക് ഇടപാടുകളുടെ അടക്കമുള്ള രേഖകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് ജോലി ഉപേക്ഷിച്ച് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥിര ജീവനക്കാരനായി. പോലീസ് ജോലി ലഭിക്കും മുമ്പായിരുന്നു വാച്ചറായി ജോലി ചെയ്തത്. ദേവസ്വം ഗാർഡിനു തുല്യമായ ജോലി തന്നെയാണ് വാച്ചറുടേത്. 1994 പോലീസിൽ ജോലി ലഭിച്ചത്. കോൺസ്റ്റബിളായി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പൂർത്തിയാക്കിയിരുന്നില്ല. 1997 ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത്.
ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ ഭാസ്കരൻ നായരുടെ സഹായിയായാണ് തുടക്കം. പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം നൽകി. വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു. 3 ക്ഷേത്രങ്ങളും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതും, ശ്രീകോവിലിൽ തീപിടിച്ചതും, സ്വർണ്ണപ്രഭയിലെ 3 നാഗപാളികൾ വിളക്കിച്ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിൽ തന്നെ. പഴയ തറവാടിരുന്ന സ്ഥലത്താണ് 2019 മുരാരി വലിയ വീട് നിർമ്മിച്ചത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. ഇതിനെ ഒരു തേക്ക് കൊട്ടാരമെന്നാണ് പെരുന്നക്കാർ വിളിക്കുന്നത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. വീട് നിർമ്മാണത്തെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. 2019 ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണം പൊതിഞ്ഞ പാളികൾ പുറത്തുകടത്തി സ്വർണ്ണം കവർന്ന കേസുകളിലാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്.